അതെ, നോക്കിയേ, ഇന്നും അമൃതപ്പൊടിയാട്ടോ. അപ്പം ഞാൻ എന്താക്കി, ഒരു കപ്പ് അമൃതപ്പൊടി എടുത്തു കേട്ടോ. അതിന് വീട്ടിൽ നോക്കുമ്പോൾ ഒരു ബീട്രൂട്ടും ഉണ്ടായി. ഇന്ന് വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലത്തത് ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാമെന്ന് വിചാരിച്ചു. ഒരു ബീട്രൂട്ട് ഉണ്ടായി. അതും നല്ല തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അതും മിക്സിയിലേക്ക് ഇട്ടു. പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമ്മൾ ദോശയ്ക്കൊക്കെ അരച്ചെടുക്കുന്നില്ലേ, ഇതേ ലൂസിൽ അരച്ചെടുത്തു കേട്ടോ. ഭയങ്കര ലൂസും അല്ല, എന്നാൽ ഭയങ്കര കട്ടിയല്ലാത്ത രീതിയിൽ അരച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയി കുറച്ച് മുരിങ്ങയിലയും കൂടി പറിച്ചു കേട്ടോ. എന്തിനാണെന്നല്ല, മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ അരച്ച അമൃതപ്പൊടിയിലേക്ക് നമ്മൾ മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അതെ, ഞാൻ അമൃതപ്പൊടി ഈ ഒരു ലൂസിനാട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. അതായത് ഭയങ്കരമായിട്ട് ലൂസായിട്ടും അല്ല, ഭയങ്കര കട്ടിയും അല്ലാത്ത രീതിയിൽ. അപ്പോൾ ആ മുരിങ്ങയിലേക്ക് അതിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ദോശക്കല്ല് എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. രാവിലെ ആയതുകൊണ്ട് മക്കളെ വോൾട്ടേജ് ഭയങ്കര കുറവാണ്, വെളിച്ചം അടുക്കളയിൽ തീരെ കുറവാണ്, പുറത്തേക്ക് ഭയങ്കര മഞ്ഞായതുകൊണ്ട് ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പം സാധാരണ നമ്മൾ ചുട്ടെടുക്കുന്ന പോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചാൽ മതി. പിള്ളേർക്ക് ഈ ഉപ്പേരിയായിട്ടും അതുപോലെ അമൃതപ്പൊടിയായിട്ടും അല്ലെങ്കിൽ ബീട്രൂട്ടെല്ലാം ഉപ്പേരിയായിട്ട് കൊടുക്കുമ്പോൾ ഒന്നും അവർ കഴിക്കില്ല. ഇങ്ങനെയാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അമൃതപ്പൊടിയും ആയി, നമ്മളെ മുരിങ്ങയിലയും അകത്താവും, അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടും. അപ്പോൾ എന്തായി, എല്ലാം കൂടി ആകുമ്പോൾ മക്കൾക്ക് നല്ലതല്ലേ. രാവിലെയൊക്കെ ഇതുപോലെ ചുട്ടുകൊടുത്താൽ മക്കൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടാക്കിയിട്ട് ഇന്ന് കറി, അപ്പം ഞാൻ വിചാരിച്ചു കറി വേണ്ട, പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് എന്താ കിട്ടുക നോക്കി. അപ്പം കിട്ടിയത് ഇതാണ്ട് കുറച്ച് വഴുതനയും അതുപോലെ തന്നെ നമ്മളെ ഉള്ളിത്തണ്ടും കേട്ടോ. ഈ പ്രാവശ്യത്തെ വഴുതന ഇതുപോലെ കേട്ടോ. അപ്പം കുറേ പേര് ഇതിൻ്റെ വിത്ത് വേണമെന്ന് പറഞ്ഞിട്ട് വിത്തൊക്കെ ആയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വിത്തൊക്കെ കൊടുക്കണം. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് എന്താക്കുക, വഴുതനയും ഉള്ളിത്തണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഞാൻ ഈ ദോശയ്ക്ക് ഇന്ന് ഇത് മതിയെന്ന് വിചാരിച്ചു, അല്ലേ ചട്നി ഒന്നും ആക്കുന്നില്ല. അപ്പം രണ്ടും ചെറുതായിട്ട് ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ അരിഞ്ഞിടുന്നത്, ഒരുമിച്ച് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ അരിഞ്ഞെടുത്തു. കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെച്ച ശേഷം ഇത് നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ വിട്ട് വെച്ചു കേട്ടോ. അതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ടു മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി മുറിച്ചിട്ട്, ഇത് കണ്ടില്ലേ, കുറച്ച് ഉള്ളി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിന്. ഇന്ന് ഭയങ്കര എന്താണെന്നറിയാം, എനിക്ക് ഒന്നാമത് പറ്റാത്തതുകൊണ്ട് വേഗമുള്ള സാധനങ്ങളാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ വേഗം എളുപ്പത്തിൽ കഴിയും. ഇനി ഇതിലേക്ക് വേണ്ടത് 2 വറ്റൽമുളക് വേണം, കുറച്ച് നമ്മളെ എന്താക്കണം ഉഴുന്നുപരിപ്പ് വേണം, അതുപോലെ തന്നെ കടുക് വേണം, കുറച്ച് വെളിച്ചെണ്ണയും വേണം. ഇത്രയും മതി കേട്ടോ. അപ്പം വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. ഇന്ന് മടിപ്പണിയാന്ന് ഞാൻ പറഞ്ഞില്ല, എല്ലാം ഒരു സ്പൂണിലേക്ക് എടുത്തിട്ട് വന്ന് കണ്ടോ. അപ്പം കടുക് പൊട്ടിയപ്പം തന്നെ ഞാൻ ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ നമ്മളെ ഇതും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി പൊട്ടിയ ശേഷം നമുക്ക് എന്താക്കാം, നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതന, ഉള്ളിത്തണ്ട് അതുപോലെ തന്നെ ഉള്ളിയൊക്കെ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നിങ്ങൾ വിചാരിക്കും ഇതിൽ പച്ചമുളക് ഇട്ടില്ലേന്ന്, ഞാൻ കുറച്ച് ഒരു 1/4 മുറി തേങ്ങയും 2-3 പച്ചമുളകും അരച്ച് വെച്ചിട്ടുണ്ട്, അതായത് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് അതുപോലെ തന്നെ തേങ്ങയും ഞാനത് വീഡിയോ എടുത്തിട്ടില്ല, ഇതിലിടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ കഴുകിയ വെള്ളം തന്നെ ഇതിന് മതി കേട്ടോ. അപ്പം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ആ ദോശയ്ക്ക് ഇന്ന് ഇത് മതി എന്ന് വിചാരിച്ചു. മക്കൾ ഇങ്ങനെയൊക്കെ ആക്കിക്കൊടുത്താൽ അങ്ങ് കഴിക്കും കേട്ടോ. ഇന്ന് പിന്നെ സ്കൂളൊന്നുമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നെന്താ മടിപ്പടിയെന്ന്. ഒട്ടും രാവിലെ എഴുന്നേറ്റപ്പം വയ്യായിരുന്നു, ഭയങ്കര തലവേദനയായിരുന്നു. അപ്പം വേഗം കഴിയുന്നത്. അപ്പം ഇതെന്താവും, ഇതും നല്ല ടേസ്റ്റ് കേട്ടോ. വഴുതന ഈ പ്രാവശ്യത്തെ ഈ വഴുതനയ്ക്ക് ഭയങ്കര ടേസ്റ്റ്. അപ്പം കൊണ്ടുപോയവർക്കൊക്കെ ഇതിൻ്റെ വിത്ത് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിത്തെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കണം. അപ്പം ഇതാണ്ട് ഞാൻ ആവിയൊക്കെ എന്താ പറയുക നന്നായിട്ട് വേവിച്ച് അടച്ചൊക്കെ വെച്ച് വേവിച്ച ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ വെന്ത് വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് വേവിച്ചിട്ട് ഇത് ഉടച്ച് കളയലൊന്നുമില്ല കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും തേങ്ങയും കേട്ടോ. ചതച്ച് വെച്ച് വെറുതെ ഒന്ന് ചതച്ചതാണ് കേട്ടോ, മിക്സിയിൽ ഒറ്റ കറക്കിന് ചതച്ചത്. എന്നിട്ട് ഇതും കൂടി ഇളക്കി കൊടുത്താൽ നമ്മളെ ദോശയ്ക്ക് ആയിക്കോട്ടെ അതുപോലെ ചോറിനായിക്കോട്ടെ. ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞിയാട്ടോ വെച്ചത്. കഞ്ഞിക്കും ഈ ഉപ്പേരിയും അതുപോലെ ഇന്നാൾ ഞാൻ ഉണ്ടാക്കിയ പപ്പടമില്ല, പപ്പടം വടുവ അതൊക്കെയാണ് കേട്ടോ.
അപ്പം എന്താ പറയുക, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയാണ്. ഇടയ്ക്ക് കഞ്ഞിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതാ ഇത് കഴിഞ്ഞു, വെന്തു. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു മക്കളെ.